ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവരും എക്സാമിനൊക്കെ ഒന്നുകൂടെ ചൂടായി പഠിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പുതിയ എക്സാം കലണ്ടറൊക്കെ വന്നപ്പോൾ അതിൽ ഇനിയും നമുക്ക് എക്സാംസ് വരാനുണ്ട്. ഇന്നത്തെ ഒരു സെഷനിൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലുള്ള വാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്ക് പരിചയപ്പെടാം. സോ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഗ്രോസ് ഇൻകം ആണ്. ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ടോട്ടൽ ലഭിക്കുന്ന ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻകം എന്ന് പേര് പറയുക. ആൻഡ് രണ്ടാമത്തെ ആള് നെറ്റ് ഇൻകം ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ഞാനത് റെൻറ്റിന് കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, അത് ഞാൻ റെൻറ്റിന് കൊടുത്താൽ അതിന് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഗ്രോസ് ഇൻകം. പക്ഷെ അതിന് ഒരുപാട് ചിലവുകൾ എനിക്ക് വരാറില്ലേ? അതിന് റെൻ്റ് എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് ചിലവുകൾ എനിക്ക് വരാറുണ്ട്. ആ ചിലവുകളൊക്കെ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ നെറ്റ് ഇൻകം എന്ന് പേര് പറയും. സോ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് വരുന്ന ചിലവുകളെയാണ് നമ്മൾ ഔട്ട് ഗോയിങ് എന്ന് പറയുക. ഈ ഔട്ട് ഗോയിങ്ങിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ റിപ്പയർ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മളെ വീട്ടിലെ റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ റിപ്പയർ വർക്കുകൾ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അതേപോലെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ വരുന്ന കുറേ ചിലവുകളുണ്ട്. ഈ ചിലവുകളെയൊക്കെ നമ്മൾ നെറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ടോട്ടൽ വരുമാനത്തിൽ നിന്ന് നമുക്ക് വരുന്ന ചിലവുകൾ നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്ന എമൗണ്ടിനെ നമ്മൾ നെറ്റ് ഇൻകം എന്ന് പേര് പറയും. ആൻഡ് ഇതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ടേമും കൂടി ഉണ്ട്. ഔട്ട് ഗോയിങ്ങിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ എന്താ സിങ്കിങ് ഫണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എൻ്റെ കയ്യിലൊരു അസറ്റ് ഉണ്ട്, സേ അതിനൊരു 10 കോടി രൂപ മുതൽ മുടക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലാറ്റ് കെട്ടുന്നു, ഒരു ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടുന്നു. അത് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഒരു 50 വർഷമാണെങ്കിൽ ഈ 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ 10 കോടി വിലമതിപ്പ് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. സ്ക്രാപ്പ് വാല്യൂ മാത്രമേ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഫുൾ എനിക്ക് നഷ്ടം വന്നില്ലേ? അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്ത് അസറ്റാണോ ഉള്ളത് ആ ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പം അത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പീരിയോഡിക്കായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും. ഈ മാറ്റി വെക്കുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് മാറ്റി വെക്കുന്നത്. സോ അത് നമ്മൾ വർഷത്തിൽ ഒരു എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ഒരു എമൗണ്ട് ആയിട്ടോ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കും. സോ അതാണ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ അതും നമ്മൾ ഔട്ട് ഗോയിങ് ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. അടുത്ത ടേം സാൽവേജ് വാല്യൂ ആണ്. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. എൻ്റെ കയ്യിലൊരു ട്രക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ട്രക്കിനെ വേണമെങ്കിൽ ഒരു ഫുഡ് ട്രക്കാക്കിയിട്ട് മാറ്റാം. ഞാൻ അവിടെ കച്ചവടമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പൊളിച്ച് തൂക്കി വിൽക്കാം. അപ്പോൾ 2 പർപ്പസുകൾക്ക് വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്തത്. ഒന്നല്ലെങ്കിൽ ഒന്ന് റീയൂസ് ചെയ്യാൻ പറ്റും, പർപ്പസ് മാറ്റി റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊളിച്ച് വിൽക്കാം. 2 ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ലഭിക്കുന്ന 2 ടൈപ്പ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ ആൻഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ട്രക്ക് യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പം നമ്മൾ ഫുഡ് ട്രക്കാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ പർപ്പസ് മാറ്റി നമ്മൾ റീയൂസ് ചെയ്തു. പർപ്പസ് മാറ്റിയിട്ട് നമ്മൾ റീയൂസ് ചെയ്തു. മെറ്റീരിയൽ ഒന്നും ഡിസ്മാൻഡിൽ ചെയ്തിട്ടില്ല, പൊളിച്ചെടുത്തിട്ടൊന്നുമില്ല, പർപ്പസ് മാറ്റി റീയൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടിനെ നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പേര് പറയും. ഇനി യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഒരു ട്രക്ക് പൊളിച്ച് വിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ ഒന്ന് ലൈഫ് കഴിയുന്ന സമയത്ത് നമ്മൾ പൊളിച്ചു വിൽക്കുന്നു, അടുത്തത് നമ്മൾ പർപ്പസ് മാറ്റി റീയൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ടേം ഒബ്സോളസൻസ് ആണ്. ഞാനൊരു വീട് വെച്ചെന്നിരിക്കട്ടെ, എൻ്റെ വീട് ഒരു 10 വർഷം മുന്നേ വെച്ചു. 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റൈലും മോഡലൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈല് കൊണ്ട് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു ചെറിയ വിലയിടിവ് ഉണ്ടാവും അല്ലേ? ഇതിനെ നമ്മൾ ടെക്നിക്കലി പറയുക ഒബ്സോളസൻസ് എന്നാണ്. പക്ഷെ നമ്മുടെ സ്ട്രക്ചറൽ യൂസിന് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. മോഡൽ മാറി അല്ലെങ്കിൽ സ്റ്റൈല് മാറി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് സ്റ്റൈല് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് ഒരു പ്രോപ്പർട്ടിക്ക് വില കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെക്നിക്കലി ഒബ്സോളസൻസ് എന്ന് പേര് പറയുക.
അതിൻ്റെ അടുത്ത ടേം ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ അതിന് ഒരുപാട് വിയർ ആൻഡ് ടിയർ ഉണ്ടാകും, ഒബ്സോളസൻസ് ഉണ്ടാകും, ഇങ്ങനെ അതിന് ഒരുപാട് വിലയിടിവ് സംഭവിക്കുന്നുണ്ട്. ഈ വിലയിടിവുകളെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുക. യൂസ് കൊണ്ടാകാം, വിയർ ആൻഡ് ടിയർ കൊണ്ടാകാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു വണ്ടി വാങ്ങി, അതിൻ്റെ ടയർ നമ്മളൊരു 5 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ടയറിന് തേയ്മാനം വരും അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ഡിപ്രിസിയേഷൻ ആയിട്ടാണ് പറയുക. അപ്പം അങ്ങനെ യൂസ് കൊണ്ടാവാം, അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ കൊണ്ടാകാം, ഒബ്സോളസൻസ് കൊണ്ടാകാം. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ, മൊത്തത്തിലുള്ള വിലയിടിവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പേര് പറയുന്നത്. ദെൻ അടുത്ത ടേം ബുക്ക് വാല്യൂ ആണ്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ചിലവായ ക്യാപിറ്റൽ കോസ്റ്റ് ഇല്ലേ, അതിൽ നിന്ന് ഓരോ വർഷവും വരുന്ന ഡിപ്രിസിയേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് ബുക്ക് വാല്യൂ. ഇതാണ് നമ്മൾ അക്കൗണ്ട്സ് ബുക്കിൽ കീപ്പ് ചെയ്യുന്ന എമൗണ്ട്. അക്കൗണ്ട്സ് ബുക്കിൽ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് ബുക്ക് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഓരോ വർഷവും വരുന്ന ഡിഡക്ഷൻസ്, ദാറ്റ് മീൻസ് ഡിപ്രിസിയേഷൻ, ഡിഡക്ഷൻ അല്ല ഡിപ്രിസിയേഷൻ, നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ബുക്ക് വാല്യൂ കിട്ടുക. ടോട്ടൽ നമുക്ക് ചിലവായ ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്ന് ഓരോ വർഷവും ഡിപ്രിസിയേഷൻ എത്രയാണോ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ബുക്ക് വാല്യൂ. ആൻഡ് രണ്ടാമത്തത് മാർക്കറ്റ് വാല്യൂ ആണ്. കുറച്ച് ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു അസറ്റ് മാർക്കറ്റിൽ സെയിലിന് വെച്ചു. സെയിലിന് വെക്കുമ്പോൾ അതിന് പ്രസൻറ്റ് ഡേയിൽ എത്ര വില കിട്ടും, അത് മാർക്കറ്റ് കണ്ടീഷൻസ്, മാർക്കറ്റ് ഡിമാൻഡ്, ടൈം, ഇതിലൊക്കെ ഡിപ്പെൻഡഡ് ആയിരിക്കും. അങ്ങനെ പ്രസൻറ്റ് ഡേ മാർക്കറ്റിൽ എത്ര രൂപ വിലമതിക്കും എന്നുള്ളതിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുക. ആൻഡ് അടുത്തൊരു വാല്യൂ റേറ്റബിൾ വാല്യൂ ആണ്. റേറ്റബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഗ്രോസ് ഇൻകത്തിൽ നിന്ന് വർഷത്തിൽ വരുന്ന റിപ്പയർ വർക്കുകൾക്കുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്താൽ ലഭിക്കുന്ന എമൗണ്ടിനെ നമ്മൾ റേറ്റബിൾ വാല്യൂ എന്ന് പറയും. ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഇയർലി റിപ്പയർ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് റേറ്റബിൾ വാല്യൂ ലഭിക്കുന്നതായിരിക്കും. ദെൻ അടുത്തത് ഡിസ്ട്രസ് വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ ആണ്. ഡിസ്ട്രസ് വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് റിലീഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെയിൽ, നിർബന്ധിതമായി വിൽക്കുമ്പോൾ എന്നുള്ള മീനിങ് ഒക്കെ മനസ്സിലേക്ക് വന്നില്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, എനിക്കിപ്പോൾ എമർജൻസി ആയിട്ട് ഒരു 10 ലക്ഷം രൂപ വേണം. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങ് വിൽക്കും, എന്നിട്ട് ആ പൈസ റെഡിയാക്കും. പൊതുവെ എല്ലാവരും ചെയ്യണ കാര്യമാണല്ലോ. ഇതേപോലെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് വാല്യൂവിനേക്കാളും, അങ്ങനെ എമർജൻസിയിൽ നമ്മൾ വിൽക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് 10 ലക്ഷം വില ഉണ്ടെങ്കിലും എമർജൻസിയിൽ വിൽക്കുമ്പോൾ ചിലപ്പോൾ 8 ലക്ഷമേ ലഭിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാളും താഴെയുള്ളൊരു റേറ്റിൽ നമ്മൾ ട്രാൻസാക്ഷനൊക്കെ ചെയ്തെന്നിരിക്കട്ടെ, നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രസ് വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ കൊണ്ട് പ്രസൻറ്റ് ഡേ മാർക്കറ്റിൽ കിട്ടേണ്ട എമൗണ്ടിനേക്കാളും താഴെ എമൗണ്ടിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ട്രസ് വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ എന്ന് പേര് പറയുക. ദെൻ ലാസ്റ്റ് വൺ അസസ്ഡ് വാല്യൂ ആണ്. നമ്മൾ ഗവൺമെൻറ്റിലേക്ക് എല്ലാവരും ടാക്സ് കൊടുക്കണം അല്ലേ? ഗവൺമെൻറ്റിലേക്ക് എല്ലാവരും ടാക്സ് കൊടുക്കണം. ഈ ടാക്സ് കൊടുക്കാൻ ഗവൺമെൻറ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാകും. അങ്ങനെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് നിശ്ചയിക്കുന്ന വിലയെയാണ് അസസ്ഡ് വാല്യൂ എന്ന് പറയുക. ഇത് ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ടെക്നിക്കൽ ടേംസ്. അപ്പോൾ ഇതിൽ നിന്നുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടുന്ന് ചോദിച്ചു കാണുന്ന ഒരു മോഡൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഫണ്ട് ദാറ്റ് ഈസ് ഗ്രാജുവലി അക്യുമുലേറ്റഡ് ബൈ പീരിയോഡിക് ഓർ annual deposit for the replacement of building or structure at the end of its useful life is termed as rising fund, scrap fund, local fund, sinking fund. ഒരു പ്രോപ്പർട്ടിയുടെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അത് സിങ്കിങ് ഫണ്ടാണ്. ഓപ്ഷൻ ഡി സിങ്കിങ് ഫണ്ടാണ്. Then, original cost of property after allowing for depreciation is known as book value, salvage value, obsolescence value and rateable value. നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഓരോ വർഷവും വരുന്ന ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ എന്ത് പേരാ നമ്മൾ പറയുക എന്നുള്ളതാണ് ചോദ്യം. അതിനെ നമ്മൾ
ബുക്ക് വാല്യൂ എന്ന് പറയും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും നമ്മൾ പറഞ്ഞ ടെക്നിക്കൽ ടേംസിൽ നിന്ന് ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് എന്നറിയാം. സൈലവും ഓണത്തിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ്. സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സൈലം ടെക്നിക്കലിലുള്ള എല്ലാ കോഴ്സിനും 10% ഓഫർ ഇപ്പം അവൈലബിൾ ആക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. എല്ലാ കോഴ്സിനും 10% ഓഫർ ഇപ്പം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഫർ ലഭിക്കുന്നതിന് വേണ്ടി ഒരു കോഡ് യൂസ് ചെയ്യണം. നിങ്ങൾ ഓണം 10 എന്ന് പറയുന്ന ഓഫർ കോഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓണം 10 എന്നുള്ള ഓഫർ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കോഴ്സിന് 10% ഓഫർ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ പുതിയ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഓവർസിയർ ആൻഡ് AE ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ ബ്രാഞ്ച് മാത്രമല്ല, മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും പല ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീമിലാണ് ഡിപ്ലോമ ചെയ്തത്, BTech ചെയ്തത് നോക്കിയിട്ട് നമ്മുടെ ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്. 9995100800 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു അവസരം ആരും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. 10% എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് തന്നെയാണ് നമ്മുടെ AE ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.